ഹലോ ഡിയേഴ്സ്, കമ്പനീസ് എല്ലാം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എങ്ങനെ അറിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, അവിടെയാണ് അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കിയാലോ? അക്കൗണ്ടിങ് ഇസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഇന്റർപ്രിറ്റിംഗ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ്. അതൊരു പ്രോസസ് ആണ്, തുടർച്ചയായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്? റെക്കോർഡിംഗ്. കമ്പനിയിൽ ഉണ്ടാവുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇടപാടുകളും നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നു. ക്ലാസിഫൈങ്, അത് ഓരോന്നിനും കാറ്റഗറൈസ് ചെയ്തിട്ട് തരംതിരിച്ചു വെക്കുന്നു. സമ്മറൈസിങ്, ഈ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുന്നു. അവിടെയാണ് ഡിഫറെന്റ് അക്കൗണ്ട്സ് വരുന്നത്. ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ സമ്മറൈസിംഗിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ദെൻ ഇന്റർപ്രിറ്റിംഗ്, നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഇവിടെയാണ് ആൻസർ ചെയ്യപ്പെടുന്നത്. അനലൈസിംഗ് ദ റിസൾട്ട്, കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഈ ലാസ്റ്റ് സ്റ്റെപ്പിലൂടെയാണ്. ദെൻ ബിസിനസ്സിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്. സോ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ട്രാക്കിംഗ് യുവർ പോക്കറ്റ് മണി. നമ്മുടെ പോക്കറ്റ് മണി എത്രമാത്രം ഉണ്ടെന്നുള്ളത് ട്രാക്ക് ചെയ്യുന്നതിന് സിമിലർ തന്നെയാണ്. പക്ഷെ ബിസിനസ് കുറച്ചും കൂടി അത് ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രം. ദെൻ വൈ ഇറ്റ് മാറ്റേഴ്സ്, എന്തിനാണ് അത് ചെയ്യുന്നത്? ഇറ്റ്സ് ഫോർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, കമ്പനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയിട്ടും, കമ്പനിയെ കുറച്ചും കൂടി ഫൈനാൻഷ്യലി ഓർഗനൈസ് ചെയ്ത് വെക്കാനും കൂടിയിട്ടാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിങ് എന്നുള്ള വേർഡ് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്മാർട്ട് മണി ട്രാക്കിംഗ് മെത്തേഡ്. ഫോർ മോർ വീഡിയോസ്, subscribe and stay tuned with Zydamic Education. Thank you.